ഏ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഓൺ വോയിസ് വന്നിരിക്കുന്നത് ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ യൂട്യൂബ് 3K ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് അതായിരിക്കുന്നത്. ഓരോ ഫോളോവേഴ്സും നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിഡിലുമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ 99% ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഏത് കമന്റിലൂടെ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ ഇവൻ പുറത്തു പോയാൽ തന്നെ ഓരോരുത്തരും പറയുന്നുണ്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. പക്ഷെ ബാക്കി 1% ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് വിടാതെ എല്ലാം കാണുന്നുണ്ട്, എന്നിട്ട് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഇപ്പം ഇതെന്റെ ഹസ്ബൻഡാണ്. ഓക്കെ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. എന്നിട്ട് പറയുന്നത് അവന് കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഇടുന്നത്, അവന് മുത്തം വെക്കുന്ന വീഡിയോ ഇടുന്നത്, അവനാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഇടുന്നത്, അവളെ മുത്തം വെക്കുന്ന വീഡിയോ ഇടുന്നത്. ഞങ്ങൾ കാമുകനോ അല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. അതിന് മുന്നേ വീഡിയോസ് ഇടുമ്പോ എല്ലാവർക്കും ഭയങ്കര കുത്തലായിരുന്നു. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എവിടുത്തെ നിയമമാണ്? കമന്റ് ഇട്ടുകൊണ്ട് വരുന്നവരുടെ എനിക്ക് ഒന്നേ പറയാവുള്ളൂ, വീട്ടിൽ കുത്തിയിരുന്ന് വെറുതെ കമന്റ് ഇടാൻ എല്ലാവർക്കും പറ്റും. ഓക്കെ, ഞങ്ങള് തെമ്മാടിത്തരങ്ങളോ അല്ലെങ്കിൽ വൃത്തികേടുകളോ അല്ല കാണിക്കുന്നത്. ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ട് ആസ്വദിക്കാൻ വേണമെങ്കിൽ ഫോൺ ഓഫാക്കി വെച്ചോണ്ട് മാറി ഇരിയടാ, അല്ല വെറുതെ ഇതിനകത്തിരുന്ന് കമന്റ് ഇട്ട് കളിക്കാടാ. അതുപോലെ തന്നെ കമന്റ് ഇട്ട് ഞങ്ങൾ അതിന് മറുപടി കൊടുത്ത ഉടനെ തന്നെ അത് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്ന കുറെ പേടിത്തുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഐ ലവ് ഹേറ്റേഴ്സ്. ബിക്കോസ് എന്താണ്, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യൂ കൂടും, ഞങ്ങളെ ഹവേഴ്സ് കൂടും, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാര്യം നിങ്ങൾ ഒരെണ്ണം വിടാതെ ഞങ്ങളെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. കാര്യം എന്താണ്, ഞങ്ങളെ ഇഷ്ടമല്ലാത്തവര് ഞങ്ങളെ ഉള്ളവരോട് പോയി ഞങ്ങളെ കുറ്റങ്ങൾ പറയുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അറിയുന്നില്ല എന്നാണ്, ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്, നമ്മൾ കുരയ്ക്കുന്ന പട്ടിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാത്തത്. പിന്നെ മെയിൻ പറയാനുള്ളത് നാട്ടുകാരോട് മാത്രമല്ല, നാട്ടുകാരെ എന്തോ പറഞ്ഞോട്ടെ, എന്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കത് നല്ലപോലെ അറിയാം. അവരും ഈ പറഞ്ഞു നടക്കുന്നു.